ഹായ് ഹലോ ഇന്ന് നമുക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ ഫസ്റ്റ് എക്സസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് 29th ക്വസ്റ്റ്യൻ ആണ്. അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇവിടെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് A1, A2 എക്സെട്ര AN. ഇത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് f of x ഈക്വൽ ടു x മൈനസ് A1, x മൈനസ് A2 എക്സെട്ര അപ് ടു x മൈനസ് AN. x മൈനസ് AN വരെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു A1 f of x കണ്ടുപിടിക്കണം. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു A f of x നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു A1 f of x നോക്കാം. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു A1 f of x എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ ഫംഗ്ഷൻ എടുത്ത് എഴുതുക. ഇവിടെ ഇപ്പോൾ ഞാൻ എഴുതി പോവാണ്. ഫസ്റ്റ് തന്നെ A1 മൈനസ് A1 എന്ന് വരും, പിന്നെ A1 മൈനസ് A2 എന്ന് വരും, എക്സെട്ര A1 മൈനസ് AN എന്ന് വരെ വരും. പക്ഷേ ഇവിടെ A1 മൈനസ് A1 എന്താവും? 0 ആവും. അപ്പോൾ ഹോൾ ടേം എന്താവും? 0 ആവും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A1 f of x എന്താണ്? 0 ആണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A f of x. അതെന്ത് വരും? എക്സിൻ്റെ പ്ലേസിൽ എ ഇട്ട് കൊടുക്കണം അല്ലേ. A മൈനസ് A1 ഇൻറ്റു A മൈനസ് A2 ഇൻറ്റു A മൈനസ് A3 എക്സെട്ര A മൈനസ് AN. ഇവിടെ ഒന്നും 0 ആയി പോകുന്നില്ല. സോ ആൻസർ ഈസ് ദിസ്. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് നിർത്തേണ്ടി വരും. ഇപ്പോൾ 29th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30th ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x ഈക്വൽ ടു mod x പ്ലസ് 1, mod x പ്ലസ് 1 വേർ x ലെസ് ദാൻ 0. പിന്നെയുള്ളത് 0 വേർ x ഈക്വൽ ടു 0. ദെൻ mod x മൈനസ് 1 വേർ x ഗ്രേറ്റർ ദാൻ 0. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് a ഡസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A f of x എക്സിസ്റ്റ് എന്നാണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A f of x എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്ക് ഏതൊക്കെ വാല്യൂസ് വരാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പല കേസായിട്ട് ചെയ്യേണ്ടി വരും. A ഈക്വൽ ടു 0, A ഗ്രേറ്റർ ദാൻ 0, A ലെസ് ദാൻ 0 എന്നുള്ളത്. സോ കേസ് 1 എടുക്കാം. കേസ് 1 എടുക്കുകയാണെങ്കിൽ വെൻ A ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സ് ടെൻസ് ടു 0 മൈനസ് ആണെങ്കിൽ ഫംഗ്ഷൻ ഏതാ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് എഫ് ഓഫ് എക്സ് ഏതാ വരിക? മോഡ് എക്സ് പ്ലസ് 1. സോ മോഡ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഫസ്റ്റ് അങ്ങനെയാണ് മോഡ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാണ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. സോ മോഡ് എക്സിൻ്റെ വാല്യൂ അവിടെ എന്താവും? മൈനസ് എക്സ് ആവും അല്ലേ. മൈനസ് എക്സ് പ്ലസ് 1. ഇനി എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും? 1 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഏതാ വരിക? 0 പ്ലസ് എന്ന് പറയുമ്പോൾ മോഡ് എക്സ് മൈനസ് 1. അപ്പോൾ 0 പ്ലസ് റൈറ്റ് ഹാൻഡ് ആണ്. സോ മോഡ് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് എന്ന് തന്നെ വരും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് മൈനസ് 1 എന്ന് വരും. സോ 0 മൈനസ് 1 എന്ത് വന്നു? മൈനസ് 1. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. സോ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ തന്നെ എഴുതണേ. അപ്പോൾ അതിൽ കേസ് 1 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ കേസ് 2. കേസ് 2 എന്താണ്? വെൻ A ലെസ് ദാൻ 0. നമ്മൾ A ഈക്വൽ ടു 0 ആണ് കേസ് 1 എടുത്തത്. A ലെസ് ദാൻ 0 ആണ് കേസ് 2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു A മൈനസ് എഫ് ഓഫ് എക്സ്. ഫംഗ്ഷൻ എന്ത് വരും? മോഡ് എക്സ് പ്ലസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു A മൈനസ് മോഡ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു A മൈനസ് മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് പ്ലസ് 1. എക്സിന് A കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് A പ്ലസ് 1. ഓക്കെ,
ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ഫംഗ്ഷൻ ഏതാ വരിക? ഇവിടെ എയുടെ വാല്യൂ ഈ കേസിൽ ലെസ് ദാൻ 0 ആണ്. സോ ഫംഗ്ഷൻ ഇത് തന്നെയാണ് വരിക, അതായത് മോഡ് എക്സ് പ്ലസ് 1 എന്ന് തന്നെയാണ് ഫംഗ്ഷൻ വരുന്നത്. ഇവിടെ എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണ്, അതുകൊണ്ടാണ് ഫംഗ്ഷൻ സെയിം വന്നത്. അതുപോലെ തന്നെ മോഡ് എക്സിൻ്റെ വാല്യൂ എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയതുകൊണ്ട് മോഡ് എക്സ് എന്ത് വരും? മൈനസ് എക്സ് പ്ലസ് 1. സോ ആൻസർ ഈസ് മൈനസ് എ പ്ലസ് 1. ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് 1. സോ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, എക്സ് ഈക്വൽ ടു എയിലും ആൻഡ് എ ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി തേർഡ് കേസ് എന്ത് വരും? വെൻ എ ഈസ് ഗ്രേറ്റർ ദാൻ 0. എന്താണ് തേർഡ് കേസ്? അവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ ഫംഗ്ഷൻ ഏത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് ഫംഗ്ഷൻ ഏതാ വരിക? എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ മോഡ് എക്സ് മൈനസ് 1. സോ മോഡ് എക്സിൻ്റെ വാല്യൂ എന്താ വരിക? എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ മോഡ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് വരും, എക്സ്. സോ എ മൈനസ് 1 എന്ന് കിട്ടി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ത് വരും? എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ വരും, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് മോഡ് എക്സ് മൈനസ് 1. മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എക്സ്. സോ ആൻസർ ഈസ് എ മൈനസ് 1. ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ മൈനസ് 1. സോ ലിമിറ്റ് വെൻ എ ഗ്രേറ്റർ ദാൻ 0 ആയാലും ലിമിറ്റ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, 31st ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 1 f of x minus 2 divided by x square minus 1 equal to pi. Evaluate limit x tends to 1 f of x. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ന്യൂമറേറ്ററിൽ, താഴെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ഡിനോമിനേറ്ററിൽ ഈക്വൽ ടു പൈ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു പൈ ഈക്വൽ ടു പൈ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ നമ്മൾ എക്സിന് പകരം 1 കൊടുത്താൽ എന്ത് വരും? 1 മൈനസ് 1 0 വരും. സോ റൈറ്റിലെല്ലാം 0 ആയിപ്പോവും. ലെഫ്റ്റിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 എന്നുള്ളതും വരും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ത് വരും? 2 റൈറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2 എന്ന് വരും. സോ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്താണ്? 2 ആണ്. ഓക്കെ.